നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ ജെൻസിയാണ് വി.ഡി. സതീശൻ. ഇതുവരെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ നിന്നും അടിമുടി വ്യത്യസ്തൻ. മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ മലയാളി എന്ന വർഷക്കണക്കല്ല പ്രധാനം. പ്രവർത്തന ശൈലിയിലും സമീപനത്തിലും പുതുതലമുറ ചിന്താശൈലിയാണ്. നിലപാടിലും ആക്രമണത്തിലും മൂർച്ചയും കൃത്യതയുമാണ് ശൈലി. പഴയ കാലത്തെ പോലെ സമുദായ നേതാക്കൾക്കല്ല, പുതുതലമുറയ്ക്കാണ് കരുത്തെന്ന് നന്നായി തിരിച്ചറിയുന്ന നേതാവ്. പിന്തുണയ്ക്കാൻ സ്വന്തമായി ഗ്രൂപ്പില്ലാതെ ഹൈക്കമാൻഡ് മുതൽ പെരുന്നയിൽ വരെ പിന്തുണക്കാരുള്ള നേതാക്കളിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുത്ത ആദ്യ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഇനി വേണ്ടത് ടീം രൂപീകരണമാണ്. മന്ത്രിസഭയിലേക്ക് ആരെല്ലാം വേണമെന്ന് തീരുമാനിക്കണം. മന്ത്രിമാരെ തീരുമാനിക്കാൻ പഴയ ഗ്രൂപ്പ് ജാതി സമവാക്യ ശൈലിയിലേക്ക് മടങ്ങേണ്ടി വരുമോ, അതോ അടിമുടി മാറ്റത്തോടെ പുതിയൊരു ടീം ബിൽഡ് ചെയ്യാൻ ആകുമോ? അതിന് നേതൃത്വം സമ്മതിക്കുമോ, അതോ ഒടുവിൽ വി.ഡി. സതീശന് വഴങ്ങേണ്ടി വരുമോ? കേരള മന്ത്രിസഭയിലേക്ക് ആരെല്ലാം വരണമെന്നാണ് വോട്ട് ചെയ്ത ജനം ആഗ്രഹിക്കുന്നത്? ഏതു തരത്തിലുള്ള മാറ്റമാണ് ആഗ്രഹിക്കുന്നത്? സതീശൻ ശൈലിക്കൊത്ത ടീം സാധ്യമാണോ? ടീമിൽ ആരെല്ലാം ഉണ്ടാവണം? പ്രേക്ഷകർക്കും അഭിപ്രായം പറയാം. സുബേറാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സുബേർ, അങ്ങനെ ഒടുവിൽ കോൺഗ്രസിൻ്റെ പഴയ ശൈലിയെല്ലാം മാറ്റി ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന് പറയാവുന്ന, തലമുറ മാറ്റം എന്ന് തന്നെ പറയാവുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നു. ഇനി കണ്ടെത്തേണ്ടത് മന്ത്രിമാരെയാണ്. മന്ത്രിമാരിൽ അത്തരമൊരു മാറ്റം സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളാവണം ഈ മന്ത്രിസഭയിലേക്ക് എത്തേണ്ടത്? നമസ്കാരം. ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചത്, ഇന്ന് ടി വി ശ്രദ്ധിച്ചിട്ടുണ്ടോ താങ്കള്? തിരുവനന്തപുരത്ത് അഞ്ജനാന്ന് പറഞ്ഞൊരു ബി.ജെ.പി പ്രവർത്തകരെ കാണിച്ച കണ്ടില്ലേ? കേട്ടില്ല. ഹലോ, താങ്കൾ പറഞ്ഞത് അഞ്ജനാന്ന് പറഞ്ഞൊരു ബി.ജെ.പി പ്രവർത്തകർ ചെയ്ത് കണ്ടില്ല? ഇന്ന് എവിടെ? വയനാട്ടിലാ. ട്രാൻസ്പോർട്ട് ബസ്സിൽ പെണ്ണുങ്ങളെ കയറ്റിയിട്ട് വനിതകൾക്ക് ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും ആ സമയം നമുക്ക് തൽക്കാലം ഈ വിഷയം ചർച്ച ചെയ്യാം. ഇല്ലില്ല, അല്ലാന്ന് അതിന് കുഴപ്പമില്ല, ഫ്രീ ഒക്കെ കൊടുക്കാം. അന്ന് നരേന്ദ്രമോദി സർക്കാർ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം, നമ്മുടെ വിഷയം ഇതാണ്. ഈ വിഷയത്തിൽ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും. ബാക്കി പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലല്ല നമ്മുടെ ചർച്ച. അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം വെക്കേണ്ടിരുന്നത്. അതിപ്പോൾ താങ്കളുടെ അഭിപ്രായം അങ്ങനെ ആ വിഷയമാണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ വിഷയമല്ല. ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ കാണും. നമുക്ക് എല്ലാ വിഷയങ്ങളും സെലക്ട് ചെയ്യാനും ആവില്ല. ഇതിപ്പോ കുഴപ്പമില്ല, വി.ഡി. സതീശൻ നന്നായിട്ട് ഭരിച്ചു പോക്കോളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് വേണ്ട മന്ത്രിമാരൊക്കെ വെച്ചിട്ട് കർഷകരുടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ പരിഹരിച്ചു വേണ്ട തീറ്റൊക്കെ കൊടുത്തിട്ട്. ശരി. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഒരു ടീം വി.ഡി., അത് ഒരു പുതുതലമുറ ടീം വി.ഡി., സതീശന്റെ ശൈലിക്കൊത്ത ടീം, അങ്ങനെ ഒരു ടീം കോൺഗ്രസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹലോ, നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ഷാജിയ. മനസ്സിലായി ഷാജി, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, വി.ഡി. സതീശനാണല്ലോ മുഖ്യമന്ത്രി. അതെ. അപ്പം ചെന്നിത്തല എന്തായാലും ഒരു മന്ത്രിസ്ഥാനം ഉറപ്പുണ്ട്. ഉണ്ടാവുമെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അല്ല, വരും, ഉറപ്പായിട്ട് വരും. പിന്നെ എങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മോന് എന്തായാലും ഒരു സ്ഥാനം ഉണ്ട്. പിന്നെങ്കിൽ പി.ജെ. ജോസഫിന്റെ മോനും ഒരു ചാൻസ് ഉണ്ട്. പിന്നെങ്കിൽ ഷിബു ബേബി ജോൺ ഇല്ലേ, കൊല്ലത്തെ, ആ പുള്ളിക്ക് ഒരു സ്ഥാനമുണ്ട്. പിന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ, വനിതകൾക്ക് എന്ന് പറയുമ്പോൾ പിന്നെങ്കിൽ കെ രമ, ബിന്ദുകൃഷ്ണനുണ്ട്, ഷാനിമോളുണ്ട്. പിന്നെങ്കിൽ അങ്ങനെ പിന്നെങ്കിൽ നമ്മുടെ കൂടെ CPM-ലേക്ക് ജയിച്ചു പോയ സുധാകരന്, അതുപോലെ തന്നെ CPM-ന്റെ 2-3 ആൾക്കാർ ജയിച്ചല്ലോ. എന്തായാലും സ്ഥാനം ഉറപ്പാ. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഷാജിയുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ മഹി, എന്തായാലും ഒരു പുതിയ, ഇതുവരെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി നിൽക്കുന്നു, വി.ഡി. സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീം, ആ ടീമിൽ ആരൊക്കെ ഉണ്ടാവണം, എങ്ങനെയുള്ള ടീം ആവണം എന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? സാറേ, ഇതെല്ലാം വാഗോണ്ട് പറയാം. എല്ലാ ടീം മതി. 6 മാസം കഴിയിട്ട് ഇവിടെ കിടന്ന് ഓടിയിലേക്ക് വായിക്കളി. 6 മാസം. ശ്രീ മഹി, താങ്കള് ഇലക്ഷന് മുമ്പ് വരെയും കേരളത്തിലെ LDF വൻ ഭൂരിപക്ഷം നേടും, 100 നേടും എന്നൊക്കെ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞാണ്. എന്നിട്ട് 100 പോയിട്ട് 50 പോലും നേടാതെ
50 പോലും നേടാതെ 8 നിലയിൽ പൊട്ടിയതാണ്. അല്ല 10 കൊല്ലം ഒരു അഴിമതി നടത്തിയില്ല. 10 കൊല്ലം പെൻഷൻ പൈസ കൃത്യം കൊടുത്ത്. ഇതൊക്കെ അല്ലല്ലോ, ഞാനതൊന്നും അല്ലല്ലോ, കൊടുത്തോ കൊടുത്തില്ലയോന്നല്ല. മഹി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് 100 സീറ്റ് നേടി വിജയിക്കാൻ പോകും, കോൺഗ്രസ്സുകാരാകെ പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പറഞ്ഞു. മഹിക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നുള്ളതല്ലേ എന്റെ അർത്ഥം? യാതൊരു ഒരു മന്ത്രിമാരെ അഴിമതി കാണിക്കാം. ജനങ്ങളിൽ 10 കൊല്ലം ഭരിക്കണമെങ്കിൽ ഒരിക്കൽ ഇവര് മാറി വരട്ടെ. അങ്ങനെ കുറെ ചിന്തിരിക്കും, ഒരു രാഷ്ട്രീയമില്ലാത്തവർ ചിന്തിരിക്കും. പക്ഷെ ഒരു 6 മാസം പോട്ട് എന്തൊരു ടീം UDF നമുക്ക് കാണാം. 6 മാസം നാറിയില്ലെങ്കിൽ അതൊക്കെ വരട്ടെ. അത് ആളുകൾ അന്നേരം ഇവര് മോശമാണെങ്കിൽ മറ്റവർ മോശമായതുകൊണ്ടാണല്ലോ അവരെ എടുത്തു കളഞ്ഞത്. ഇവർ മോശമാണെങ്കിൽ ഇവരെ 5 കൊല്ലം കഴിയുമ്പോൾ എടുത്തു കളയും, കൊള്ളാമെങ്കിൽ വീണ്ടും തുടരാൻ അനുവദിക്കും. അത് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ UDF-ഉം കോൺഗ്രസും എന്തോ മോശക്കാരാണ്, ഇടതുപക്ഷം വലിയ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ തെറ്റ് പറ്റിയെന്നെങ്കിലും അംഗീകരിക്കണ്ടേ? നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അറിയാലോ. കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന. 2005 ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്ങോട്ട് തിരിച്ച്. ഈ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനത്തില്ലാതെ നിൽക്കുന്നതായി, ഈ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനത്തില്ലാതെ കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ പിണറായി വിജയൻ ഭരിച്ചല്ലയോ? അതിന് മുമ്പ് VS അച്യുതാനന്ദൻ ഭരിച്ചില്ലേ? ഈ കാലത്തൊന്നും കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ച് അകത്തിടാനൊന്നും കഴിഞ്ഞില്ലല്ലോ. പൈസ കൊടുത്ത് ഒതുക്കുവായിരുന്നെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാ ഭരിച്ചത്? പൈസ കൊടുത്ത് ഒതുക്കാൻ കഴിയുവാണെങ്കിൽ ഭരിക്കേണ്ട കാര്യമുണ്ടോ? ശരി, എന്തായാലും മഹി, എന്തായാലും താങ്കൾ ഇപ്പോഴും അങ്ങനെയൊക്കെ വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നത് താങ്കൾക്ക് നല്ലത്. ഇനിയെങ്കിലും തിരുത്തലിന് വരണം, അതാണ് നല്ലത്. ശ്രീ മഹി. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു VD സതീശനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പദവിയിൽ എത്താൻ പോകുന്ന ആളാണ് സതീശൻ. അപ്പോൾ ആ തരത്തിൽ സതീശന്റെ പ്രവർത്തന ശൈലിയിലും വ്യത്യസ്തമാണ്. അത്തരം ഒരു മന്ത്രിസഭ രൂപീകരണം സാധ്യമാണോ? അതോ അങ്ങനെ ഉണ്ടെങ്കിൽ എത്തരം ആളുകളായിരിക്കണം വരേണ്ടത്? എനിക്ക് പറയാനുള്ളത്, എന്തായാലും പുതിയ ഒരു ഭരണമാറ്റം കോൺഗ്രസിൽ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ VD സതീശൻ തന്നെ നിന്ന് മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണല്ലോ, അദ്ദേഹം വന്നത് കൊണ്ടാണല്ലോ ഇത്തവണ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത്. 100-ൽ കൂടുതൽ സീറ്റ് കിട്ടി മുന്നേറാൻ പറ്റി. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ടീം വർക്കാണ്. UDF-ൽ അവര് ഏതൊക്കെ ആൾക്കാരെ വേണം, ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം എന്ന് അവർ തന്നെ തീരുമാനിക്കും. പക്ഷെ ഞാനിപ്പോ എന്റേതായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നാലും അവര്, എനിക്ക് തോന്നുന്നു, ഈ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കൊണ്ടുവന്ന് ഒരു ഒറ്റ കെട്ടാക്കി അതിലുള്ള തീരുമാനം എടുത്ത് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഇവിടെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാതെ എന്നൊരു സാഹചര്യത്തിൽ താങ്കൾ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് കണ്ടായിരുന്നു, വാർത്തയിൽ കാണിച്ചപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കൺഫ്യൂഷനായിരുന്നു. കാരണം നമ്മൾ ടെൻഷനായി പോയി. കാരണം ഇത്രയും ഒരു ഏകദേശം 10 ദിവസം വരെ ഒരു പ്രഖ്യാപനം വരാതിരിക്കുന്ന പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായി. ഇതിനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ആ വിജയത്തിലുണ്ടായിരുന്ന ഒരു സന്തോഷം കെടുത്തുന്ന രീതിയിലായിരുന്നു 10 ദിവസം നീണ്ടുപോയത്. പക്ഷേ ഒരു വലിയ ചരിത്രം പരിശോധിച്ചാൽ അതൊരു വലിയ കാലയളവൊന്നും അല്ല. അത്തരം 10 ദിവസവും 15 ദിവസവും 20 ദിവസവും ഒക്കെ പലപ്പോഴും പല ഘട്ടത്തിലും നീണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അത് ഈ പൊതുവേദി അവതരിപ്പിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഒരുപാട് ദിവസം അദ്ദേഹം മനോഹരത്ത് അദ്ദേഹം അവതരിപ്പിക്കേണ്ടി വന്നു. താങ്കൾക്ക് അവിടെ പോകേണ്ടി വന്നു. ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോയിരുന്നതാണ്. എന്തായാലും ടീം UDF ജയിച്ചു. ഞാൻ പറയുന്നു, ഇനി നല്ല രീതിയിലുള്ള ഭരണം അവർ കാഴ്ചവെക്കും. അതായത് ഇപ്പൊ ജനങ്ങളെല്ലാം അത് കേട്ടോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണോ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ UDF കണ്ടെത്തി അവർക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ കോൺഗ്രസ് കൊടുക്കും. ഞാൻ ഇപ്പൊ തന്നെ പറയും, ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലായിരിക്കും. ഓക്കെ, അങ്ങനെ കൊടുത്താൽ സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കും, അല്ലെങ്കിൽ ആളുകൾ ജനങ്ങൾ അത്ര സർക്കാരുകളെ തള്ളിക്കളയും. അതാണ് ജനങ്ങളുടെ രീതി. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പോൾ ഇനി മന്ത്രിമാരെ തീരുമാനിക്കണം. ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്തും ഒരു പുതിയ ശൈലിയിലെ ആളുകളൊക്കെ ഉൾപ്പെടുന്ന അത്തരത്തിലൊരു മന്ത്രിസഭാ രൂപീകരണമാണോ നല്ലത്? അതോ ഈ പഴയ ആളുകളും പുതിയ ആളുകളും എല്ലാം ചേരുന്നതാണോ? അതോ പഴയ ആളുകളൊക്കെ തന്നെ മാത്രം നിർത്തണോ? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? എന്താണ് കിരൺ സാറ് VD-യെ പറ്റി എന്ന് വെച്ചാൽ വ്യക്തമായിട്ടൊരു രൂപം എന്താണെന്ന് വെച്ചാൽ സാർ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് കാരണം കൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ശരി സാർ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയ ദിവസം തന്നെ മാധ്യമങ്ങളും പത്രക്കാരും ചോദിച്ചപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. പാസ്തിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ ജനങ്ങളും എന്താണെന്ന് വെച്ചാൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ചെന്നിത്തലയാണ് വെച്ചുകൊണ്ടാണെങ്കിൽ തന്നെയും ഈ മന്ത്രിസഭയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടീം വർക്ക് സാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ, അതായത് നാളെ കൊണ്ട് അവരുടെ ശ്രീ ചന്ദ്രനാരായണൻ, ക്ഷമിക്കണം, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണം.
Please. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ശ്രീ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിന്റെ പേര് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിന്റെ ആത്മീയ നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനും ആശീർവദിക്കുവാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ ചുമതല നമ്മുടെ ഈ കേരളത്തിന്, ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരുപോലെ അഭിമാനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായും നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ നമ്മുടെ VD സതീശൻ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്നല്ല രാജ്യത്തിന്റെ മതസൗഹാർദ്ദം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നല്ല നിരവധി പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഈ സൗഹാർദ്ദത്തെ, പരസ്പര സ്നേഹത്തെ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള പരസ്പരമുള്ള ഐക്യത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഈ അർത്ഥത്തിൽ നല്ല ഒരു മത സൗഹാർദ്ദത്തെ ശക്തമായിട്ട് പിന്തുണക്കുന്ന, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചു എന്നത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആക്സിന്റെ എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മതവിഭാഗ ഭേദമന്യേ എല്ലാ ഹൈന്ദവ സ്നേഹിതരുടെയും ഇസ്ലാം സ്നേഹിതരുടെയും ക്രൈസ്തവ സ്നേഹിതരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ ദൈവം തമ്പുരാൻ അദ്ദേഹത്തോടൊപ്പം കാണും. എല്ലാവരെയും ഒരുപോലെ കണ്ട് മുൻപോട്ട് പോകുന്ന അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകി കേരളത്തെ, എൻ്റെ ദർശനത്തിൽ അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ, ഇവിടുത്തെ യുവജനങ്ങൾക്ക്, യുവതീ യുവാക്കൾക്ക്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നതമായ സ്ഥാനങ്ങൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കൂടെ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നൽകുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സഭകളുടെയും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യാ സഭയുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തെ അറിയിക്കുന്നു. ആക്സ് എന്ന സഭാവിഭാഗ ഭേദമന്യുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ട്രസ്റ്റിന്റെ ബഹുമാനമുള്ള ജോർജ് സെബാസ്റ്റ്യൻ അതിന്റെ സെക്രട്ടറിയാണ്. അതിലെ എല്ലാ ബിഷപ്പന്മാരും, സ്വാമിജിയും ഇമാമും ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചുണ്ട്. ശക്തമായി അദ്ദേഹത്തിന് മുൻപോട്ട് പോകുവാൻ എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. ഈ മതേതര കൂട്ടായ്മ അത് തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ അഭിമാനമാണ്. അവരെല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ഏത് സംഘർഷം ഉണ്ടായാലും അവർ ഒരുമിച്ച് നിന്ന് അതിമനോഹരമായ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കും. വിദ്വേഷ പ്രചരണത്തിനെതിരായി, മതസൗഹാർദ്ദത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന ഈ തലസ്ഥാന നഗരിയുടെ മുഖങ്ങളാണ് ഇവരെല്ലാവരും. അവർ വന്ന് എന്നെ അനുഗ്രഹിച്ചതിലുള്ള നന്ദി ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ അവരുടെ സ്വപ്നം
ഒരു വിദ്വേഷ പ്രചരണവും ഇല്ലാത്ത ഒരു മതേതര കേരളമാണ്. ആ മതേതര കേരളം സൃഷ്ടിക്കാൻ അവരുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അവരുടെ വാക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, എല്ലാ വിദ്വേഷ പ്രചരണത്തെയും, എല്ലാ മതവിദ്വേഷത്തെയും, എല്ലാത്തിനെയും ശക്തിയായി എതിർക്കുമെന്നുള്ള വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ ഉറച്ചു നിൽക്കും. അതാണ് എനിക്ക് ഈ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ളത്. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സംസ്ഥാനത്തുടനീളം എല്ലാ മതവിശ്വാസികളും ഉൾപ്പെട്ടവർ നടത്തിയ പ്രാർത്ഥന കൂടിയാണ് എൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ചുമതല കിട്ടിയപ്പോൾ ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു ദൈവ നിയോഗം കൂടിയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു ഡിവൈൻ അസൈൻമെന്റായി, ദൈവ നിയോഗമായി തീർച്ചയായും കൊണ്ടുനടക്കും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ നമ്മുടെ പൈലറ്റും എസ്കോട്ടും മാത്രമാക്കി മറ്റ് ഈ മോട്ടോർ കാർഡിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ബ്ലാക്ക് കാർ മാറ്റുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യമുണ്ട്, ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും എക്സ്ചക്കറിനൊന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും, തെറ്റായ സന്ദേശമാണ്. കാരണം അത്രയും സാമ്പത്തിക നില വഷളായിരിക്കുന്ന ഒരു സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണം. അപ്പോൾ ഉള്ള കാറ് അത് ഉപയോഗിക്കും. ഏത് കാറാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്നും നോക്കില്ല, ഏത് കാറാണ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ തൽക്കാലം കാറൊന്നും അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ Z+ കാറ്റഗറിയാണ് എന്ന് പോലീസോട് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, ഞാൻ കരുതുന്നത് വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിൽ കളിയാക്കി ചിരിക്കും. അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രേ പാടുള്ളൂ പറഞ്ഞു. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇതിനു മുമ്പ് പോയവരെ ഒന്നും പരിഹസിക്കൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒന്ന്. രണ്ട്, നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മുകളിൽ ഇരിക്കുന്നവർ അല്ലേ, കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം ക്ലിയറാണ്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ പത്രാസും ആർഭാടവും കാണിച്ചാൽ നമ്മുടെ താഴെയുള്ളവർ മുഴുവൻ കാണിക്കും. അതിനുള്ള ശേഷി കേരളത്തിലെ ഖജനാവിനില്ല. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കാണാനെത്തിയ തിരുവനന്തപുരത്തെ വിവിധ മത സാമുദായിക നേതാക്കൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുക. എന്തായാലും നമുക്ക് പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങി വരാം. കമാൻഡർ മാത്യു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ടീം സതീശൻ അല്ലെങ്കിൽ കേരളത്തിന്റെ മന്ത്രിസഭ അത് ഏത് തരത്തിലുള്ളതാവണം എന്നാണ് താങ്കളുടെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ജെൻഡർ ടീം തന്നെ വേണം, സതീഷിന് പറ്റിയ ടീം വേണം. എന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, എന്റെ മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ മിസ്റ്റർ സതീശൻ അപ്രൂവ് ആക്കി തരുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ ഒന്ന് പറയാം സമയമുണ്ടെങ്കിൽ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, ലിസ്റ്റ് പറഞ്ഞോളൂ. ഒന്ന്, ഞങ്ങൾ 2 ക്രിസ്ത്യാനികളെ കോൺഗ്രസിന്റെ മന്ത്രിമാരായിട്ട് വരത്തുള്ളൂ. ഒന്ന് സണ്ണി ജോസഫ്, 2 എന്ന് പറയുന്നത് മാത്യു കൊടുനാടൻ അല്ലെങ്കിൽ ചാണ്ടി, ഉമ്മൻചാണ്ടി സാറിന്റെ മോന്. 2 ക്രിസ്ത്യാനികൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, PC വിശ്വനാഥ്, N ശക്തൻ. അവരെ കൂടാതെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ബിന്ദുവിനെയാണ്. നമ്മുടെ ആലപ്പുഴയിലെ MLA-ക്കാളും നമുക്കിഷ്ടം, ഷാനിമോളിനേക്കാളും എനിക്കിഷ്ടം ബിന്ദു കൃഷ്ണനെയാണ്. അപ്പം വന്നാല് IC ബാലകൃഷ്ണൻ വരും. പിന്നെ CP ജോൺ ഘടകകക്ഷി, ശിവു ബേബി ജോൺ ഘടകകക്ഷി. പിന്നെ ജോസഫ് സാറിന്റെ ഒരാള്, 2 പേരെ കിട്ടാൻ ചാൻസ് ഇല്ല, മോൻസിക്ക് മാത്രമേ ചാൻസ് കൊടുക്കാനുള്ളൂ. പിന്നെ KK രമയെ ഒരു സ്പീക്കർ ആക്കിയെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. കാര്യം മിസ്റ്റർ ക്യാപ്റ്റൻ അവിടെ ഒന്ന് ഇരുന്നേനെയായിരുന്നു. അപ്പൊ എല്ലാവരും ആയില്ലയോ? ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ലീഗുകാർക്ക് കൊടുക്കണ്ടേ? ലീഗുകാർ അവർ 5 പേരെ എടുത്തോട്ടെ, അതിനകത്ത് ഞാൻ ഒന്നും മിണ്ടത്തില്ല. കാര്യം വെച്ചാൽ ലീഗില്ലെങ്കിൽ ഞങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടത്തില്ല. അത് ലീഗാണ് ഞങ്ങളെ കൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. 5 സീറ്റും ലീഗിനാ, അവർ 5 എടുത്തോട്ട്. 4 ആയിരുന്നു, 5 ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, എന്റെ ലീഡർ ശ്രീ രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ ആയില്ലെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ക്യാബിനറ്റ് റാങ്കോട് കൂടി പുള്ളി BJP-യിൽ ഒരു മന്ത്രിയായിരിക്കും, ഒരു സംശയം വേണ്ട. അത് കൊള്ളാമല്ലോ. കേരളത്തിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിനെ താങ്കളുടെ ലീഡറാന്ന് പറയുകയും അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ?
അപമാനിക്കല്ല ഞാൻ ഇത് അപമാനിക്കല്ലേ ശ്രീ കമാൻഡർ മാത്യു? അത് വല്ലാത്ത അപമാനമല്ലേ? രമേശ് ചെന്നിത്തല പോലെ ഒരാൾ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ BJPയുടെ മന്ത്രിയാവുമെന്ന് പറയുന്നത് ഇതിൽ പരം ഒരു അപമാനം ചെന്നിത്തല വേറെ നേടേണ്ടതുണ്ടോ? ഈ 2 ദിവസമായിട്ട് BJPയുടെ എത്ര പേരാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ വോട്ടുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടുത്തെ പത്രക്കാർ അത് മാത്രം പറയുന്നില്ല. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ അനുയായിയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് മാത്രമല്ല, താങ്കൾ രമേശ് ചെന്നിത്തലയുടെ കടുത്ത ശത്രുവും ആണ് എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ ഒരാൾക്ക് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിനെ നാളെ BJPയിൽ പോകുമെന്ന് പറയണമെങ്കിൽ താങ്കൾ അത്രത്തോളം രമേശ് ചെന്നിത്തലയോട് ശത്രുതയുള്ള ആളാണ്. പിന്നെ എന്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞ് ക്യാബിനറ്റ് മിനിസ്റ്റർ വരെ പുള്ളിക്ക് ഓഫർ വരും. താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അതിന്? നമുക്ക് മാധ്യമങ്ങൾ എന്റെ ഒരു തെളിവില്ല. ഒരു തെളിവില്ലാതെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആക്ഷേപം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് പറഞ്ഞേ ഉള്ളൂ. അല്ല, അതങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ കമാൻഡർ മാത്യു. താങ്കൾ എത്രയോ കാലമായി പൊതുവേദിയിലൊക്കെ പ്രതികരിക്കുന്ന ആളാണ്. താങ്കൾ ലിസ്റ്റ് വായിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ അറിഞ്ഞ് അപ്പോൾ ഒരു നേതാവ് നാളെ മന്ത്രിസ്ഥാനം കിട്ടിയില്ലേ BJP പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് നേതാവിനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ശരിയല്ല. പുള്ളിക്ക് ഹോം മിനിസ്റ്ററി പലരും അല്ല, അതെന്തോ ആയിക്കോട്ടെ, പുള്ളിക്ക് ഹോം മിനിസ്റ്ററി മറ്റൊന്നുമല്ല. താങ്കൾ എന്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കുറിച്ച് രമേശ് ചെന്നിത്തല തെറി പറഞ്ഞാൽ പോലും ഇത്രയും മോശമില്ല. അദ്ദേഹം വേറൊരു പാർട്ടിയിൽ പോകുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ക്രെഡിബിലിറ്റിയും പോയില്ലേ? ഓക്കെ, ശരി, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ശരി, നമ്മളെപ്പോഴും രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, ഒരാൾക്കെതിരെ പരാതികൾ പറയാം, ആരോപണങ്ങളൊക്കെ പറയാം. പക്ഷെ അതിനൊരു മാന്യതയുടെ എപ്പോഴും നമ്മളത് കാത്തുസൂക്ഷിക്കണം. ഒരാളെ കണ്ടില്ലെങ്കിൽ അയാൾ പിറ്റേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കേരളത്തിലെ ഒരു പ്രധാന പ്രചരണമാണ്, ഇയാൾ നാളെ BJPയിൽ പോകും, കോൺഗ്രസിൽ പോകും, CPMൽ പോകും എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നെങ്കിൽ അവർക്ക് പോകേണ്ട അവരുടെ പൂർണ്ണമായ അവകാശം ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ അവർ പോകുന്നതിന് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും തെളിവുകളൊന്നും പുറത്തു വരാതെ അവരങ്ങനെ പോകും എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത് ശരിയായ രീതിയല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ മാത്യു അങ്ങനെ പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് കുറ്റമല്ല, കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം കള്ളപ്രചരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിടാറുണ്ട്. അയാൾ പാർട്ടി മാറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില മനുഷ്യർക്കൊക്കെ അവരുടെ പാർട്ടി അവരുടെ ജീവനേക്കാൾ വലുതായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരായിരിക്കും നാളെ അവരങ്ങനെയുള്ള മനുഷ്യർ, അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ പാർട്ടി മാറിയേക്കാം. പക്ഷേ ഈ അവരവരുടെ ജീവനെ പോലെ കാണുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ ആ പാർട്ടി പ്രവർത്തിക്കാതെ മാറി നിന്നേക്കാം. പക്ഷേ അവർ മറ്റൊരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ എതിരാശയമുള്ളൊരു പാർട്ടിയിലേക്ക് അത്തരം മനുഷ്യർ പോകില്ല. പോകുന്ന മനുഷ്യർ അധികാരത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അതല്ല, എൻ്റെ പാർട്ടിയല്ല ശരി, അതിൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ മറ്റൊരു പാർട്ടിയുടെ ആശയങ്ങളാണ് ശരി തിരിച്ചറിഞ്ഞ് പോകുന്നവരും ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അതിനകത്ത് ഏതെങ്കിലും നമ്മുടെ കയ്യിൽ തെളിവില്ലാതെ അത്ര ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിലപാട്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഒരു ആഗ്രഹം? VD സതീശനെ പോലെ പുതിയ തലമുറയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പോൾ മന്ത്രിമാരായി ഏത് തരത്തിലുള്ള ആളുകൾ എത്തണം? മന്ത്രിമാരായിട്ട് ഇപ്പോ നമ്മുടെ CPI ഉറപ്പായിട്ടുണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഷംസുദ്ദീനായിരിക്കും മണ്ണാർക്കാടുകാരുടെ വിദ്യാഭ്യാസ മന്ത്രി, ഷാജിക്കായിരിക്കും പൊതുമരാമത്ത്, കുഞ്ഞാലിക്കുട്ടി വ്യവസായമായിരിക്കും. KK നമുക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കാൻ വേണ്ടിയാണ്. അവരൊക്കെ രണ്ടാമത്തെ തവണയാണ് ജയിക്കുന്നത്. പിന്നെ സതീശോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാറുണ്ട്, ആദ്യമായിട്ട് നിങ്ങൾ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറക്കണം, ചുരുങ്ങിയ 10 കാര്യം കുറക്കണം. അതുപോലെ ഈ കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് പേടിയാവുക, പൊതുപ്പണം ദൂർത്തടിച്ചായിട്ട് പൊതുപ്പണം നാട്ടുകാരുടെ പണമെന്നും അത് ചെലവഴിക്കുമ്പോൾ കൃത്യമായി സുതാര്യമായി ചെലവഴിക്കണം. നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ചെലവഴിക്കാൻ പാടില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഈ മിഷൻ സംവിധാനം മാറ്റിയിട്ട് പണ്ട് കാലത്ത് നടക്കുന്ന പരസ്യമായിട്ട് സുതാര്യമായി നടത്തണം. ഇത് ഏറ്റവും തട്ടിപ്പാണ് മിഷൻ സെറ്റ് ചെയ്ത് വെച്ച പരിപാടിയാണ്. അത് ആദ്യമായിട്ട് കേരളത്തിൽ ചെയ്യേണ്ട സർക്കാർ സ്പോൺസർ തട്ടിപ്പാണ് ഈ സംസ്ഥാന ഭാഗ്യക്കുറി. അത് സുതാര്യമാകണമെങ്കിൽ ആ മിഷൻ സംവിധാനം മാറ്റിയേ പറ്റൂ. പണ്ട് കാലത്ത് നടക്കുന്നത് 5, 6, 7 ആൾക്കാർ ഈ ബസ്സിൽ നിൽക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നല്ലോ. അവരുടെ മുമ്പിൽ ഓരോ ബോർഡ് വെക്കുക, അതിനകത്ത് നമ്പർ ഇട്ട് പെട്ടി വെക്കുക, ഓരോരുത്തർക്ക് 1, 2, 3 എന്ന് പറയുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടോ അടുത്തോട്ടോ ഓരോ നമ്പർ എടുത്ത് മേശപ്പെടുത്തോ. സമയം പിടിക്കുന്നേ ഉള്ളൂ. സുതാര്യമായിട്ട് ജനങ്ങളെ പൈസ കാര്യമാണ് പരിപാടി. ഇത് ഇപ്പം 1000, 100, 200, 500 ഇത് മാത്രം ഇപ്പൊ എല്ലാ സ്ഥലത്തും അടിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ധനകാര്യ വകുപ്പ് കൈകാര്യം ശ്രദ്ധിക്കുക. പിന്നെ BT ബലറാമായിരിക്കും എക്സൈസ് മന്ത്രി തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് സതീശിനെ സംബന്ധിച്ച് ഇപ്പൊ അയാൾ പറഞ്ഞ 2 വാക്ക് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. കാറ് സാമ്പത്തിക അങ്ങേ അറ്റം ഇതായിട്ടുള്ളത്. ഇപ്പൊ കാറ് വാങ്ങിക്കുന്നില്ല, ഈ എസ്കോർട്ട് വളരെയേറെ കുറക്കും. അതൊക്കെ വളരെ നല്ല കാര്യം. ഇതെന്നെ ചെയ്തു വരണം. ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകണം. നാട്ടിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇപ്പോ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് വലിയ ഒന്നും ചെയ്യാനില്ല, എന്നാലും പറ്റുന്ന രീതിക്ക്. അതുപോലെ ഈ പൊതുജനങ്ങളെ ഈ പെൻഷൻ ഏറ്റവും നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ക്ഷേമ പെൻഷനാണ്. അത് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. അത് 3000 തന്നെ ആയി കൊടുക്കണം. ഓക്കെ, കുറെ നേരം ശ്രീ രതീഷാണ് ചേർത്തലയിൽ നിന്നാണ്. ശ്രീ രതീഷ്,
താങ്കളുടെ അഭിപ്രായത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏത് തരത്തിലേക്കുള്ള ഒരു പ്രയോറിറ്റി ആവണം നൽകേണ്ടത്? താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സാറേ, ഞാനിപ്പോ മന്ത്രിസഭാ രൂപീകരണം മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതാകുന്നില്ല. കാരണം അവരുടെ കോൺഗ്രസ്സുകാര് ഭരണത്തിൽ അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുത്തു. അവർ വലിയ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. നമ്മുടെ സതീശൻ സാറ് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെക്കുന്നത് തന്നെ അദ്ദേഹം ജാതി മത ചിന്തകൾക്ക് അപ്പുറമായിട്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചു. അതുകൊണ്ടാണ് ഇനിയും ഇദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരു സമുദായ നേതാവിന്റെയും ഒരു ജാതി നേതാവിന്റെയും വീടുകളിലും ഓഫീസുകളിലും പോകാതെ എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം തുടർന്നാൽ അദ്ദേഹത്തിന്റെ ചെറിയ പോരായ്മകൾ ജനങ്ങൾ ക്ഷമിക്കുകയും അദ്ദേഹത്തിന് തുടർഭരണങ്ങൾ, അതായത് ഇനിയൊരു 100 വർഷം അദ്ദേഹം ഭരിക്കാനുള്ള അവസരമുണ്ടായ ജനങ്ങൾ അതിന്റെ കൂടെ നിൽക്കും. ബാക്കി കാര്യങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം പോവുക. ഈ പറയുന്ന ഒരു കാര്യം നോക്കുക, ഒരു സമുദായത്തിന്റെയും ഒരു ജാതിയുടെയും പുറകെ പോകാതെ എല്ലാവരെയും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ട് ഇത് കേരളമാണെന്നും ജാതിക്കും മതത്തിനും അപ്പുറത്താണ്, ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് മാത്രമാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അദ്ദേഹം ഈ ഒരു നിലപാടിൽ തന്നെ തുടർന്നു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. വേറെ ഒരു കാര്യവും എനിക്ക് പറയാനില്ല സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, എന്തായാലും താങ്കളുടെ പാർട്ടി അല്പം വൈകിയെങ്കിലും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഒരു തലമുറ മാറ്റം കൂടി ഉണ്ട്. പ്രവർത്തന ശൈലിയിലൊക്കെ പഴയകാല നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാണ് വി.ഡി. സതീശൻ. ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണം, ഏത് തരത്തിലെ ഒരു മന്ത്രിസഭ രൂപീകരിക്കണം എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്ക് താങ്കളുടെ കൂടി ആഗ്രഹം? ടീം UDF തുടങ്ങി വെച്ചതും ആ രീതിയിൽ ടീം UDF. അവിടെ കോൺഗ്രസ്, ലീഗ്, അതേപോലെ കേരള കോൺഗ്രസ് എന്നൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഉള്ള ഒരു മന്ത്രിസഭയാണ് നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. ആ രീതിയിലൊക്കെ കൊണ്ട് പുതുമുഖങ്ങളെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല മന്ത്രിസഭ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാവണം. സമ്മർദ്ദങ്ങളില്ലാതെ, അതേപോലെ മറ്റ് യാതൊരു ബാഹ്യ ഇടപെടലുകളും ഇല്ലാതെ നന്നായി ഭരിക്കാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരളത്തെ കുറിച്ചൊരു വിഷനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. കേരളം ഏതെല്ലാം നിലയിൽ, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തരത്തിൽ നീങ്ങിയാലാണ് ഒരു നല്ല ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിൽ കാണുന്നു. ആ രീതിയിലേക്ക് ഈ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുപോകണം. ഞാൻ മനസ്സിലാക്കിയെടുത്തിരോളം പഴയ താപ്പാനുകളൊന്നുമില്ലാതെ, പഴയ തലമുറയിലുള്ള ഒരു പഴയ രീതികളൊന്നുമില്ലാതെ പുതുതലമുറയിലെ തരത്തിൽ എല്ലാം നല്ല രീതിയിൽ കാണുവാനുള്ള നല്ല വിഷനുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായി വരികയാണെങ്കിൽ, സഹമന്ത്രിമാരായി വരികയാണെങ്കിൽ തീർച്ചയായും വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ, ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് കൊണ്ട് പറയുന്നു, കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാവും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്റെ പാർട്ടി മുസ്ലിം ലീഗാണ്. നിങ്ങൾ വിചാരിച്ച കോൺഗ്രസ് അല്ല, എന്റെ പാർട്ടി മുസ്ലിം ലീഗാണ്. ഞാൻ ശരി, ശ്രീ റഷീദ് ക്ഷമിക്കണം, ഞാൻ താങ്കൾ സാധാരണ ഇതിലിങ്ങനെ കോൺഗ്രസിന് വേണ്ടി വീറോടുകൂടി വാദിക്കുന്നത് കൊണ്ട് ഞാൻ താങ്കൾ കോൺഗ്രസ്സുകാരനാണ് ധരിച്ചാണ്. ക്ഷമിക്കണം, ലീഗിന്റെ പ്രവർത്തകർ എന്നതിനെ തിരുത്തി പറയുന്നു, പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും, അതായത് അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ഉള്ള കുഞ്ഞാലിക്കുട്ടിയും പുതിയ കാഴ്ചപ്പാടുള്ള രമേശനും ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പുതിയ മന്ത്രിമാരാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ചിത്രം മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിച്ചാൽ ആദ്യം തന്നെ പറഞ്ഞത് വർഗീയ ശക്തികൾക്ക് ഇടം നൽകില്ല, വർഗീയമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന ഒരു സംസാരം തന്നെ കേരള ഏത് നിലയിലേക്കാണ് കൊണ്ടുപോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അതിൽ തന്നെ വായിച്ചെടുക്കാൻ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് പരിവാരങ്ങൾ വേണ്ട, എക്സ്പോർട്ടായും അതേപോലെ തന്നെ പൈലറ്റായും ഒരു വാഹനം മതി, എന്തിനെനിക്ക് ഈ ആർഭാടങ്ങളൊക്കെ, എന്തിനാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പോലീസിന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ സാമ്പത്തിക
സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം വളരെ നന്നായി പഠിച്ചാളാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രീ മുരളീധരനാണ് വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുരളീധരൻ, താങ്കൾ ഏത് തരത്തിലേക്കുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിൽ വി.ഡി. സതീശനൊപ്പം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സർ, ഞാൻ എന്റെ അഭിപ്രായം പറയണത് മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ളതിന് പകരം മന്ത്രിസഭ എങ്ങനെയൊക്കെ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് എന്റെ ഒരു പോക്ക്. ഇതിലിപ്പോ പലരും പല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ 2 ക്രിസ്ത്യാനികളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആണെന്നാണോ? നമ്മൾ ജനാധിപത്യത്തിന്റെ രീതി തന്നെ കാണണം. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവിനെ ഒന്നും കാണേണ്ട കാര്യമില്ല. പിന്നെ സതീശൻ മന്ത്രി ഇപ്പൊ പറയുന്നതായിട്ട് കേട്ട കാര്യങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ബംഗാളിനെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചല്ലോ. അപ്പോ അവര് മര്യാദയ്ക്ക് നിന്നാൽ അവർക്ക് കൊള്ളാം, നാടിനും കൊള്ളാം. അത്രേ എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കരുണാകരനാണ് മാളയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കരുണാകരൻ, ശരി, എന്തായാലും മാള എന്ന പേര് കേൾക്കുമ്പോ തന്നെ മറ്റൊരു അഭിലാഷ് കരുണാകരന്റെ സ്ഥലം പുളിപ്പറമ്പ്. ഓക്കെ, അവിടെ തന്നെയാണ് വീട് അല്ലേ? തന്നെ വീട് ഇവിടെ തന്നെ. സാറേ, ഞാൻ വി.ഡി. സതീശൻ ഓക്കെ ശരി, എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ബസ്സിൽ കയറാൻ പറ്റില്ലേ? നമ്മൾ ഈ പാവപ്പെട്ട ഗവൺമെന്റിന് എങ്ങനെ നടക്കും സാറേ? ഈ ഗവൺമെന്റിന് നടത്താൻ പറ്റുമോ വേല മുഴുവനും? നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ഇനി നടത്താൻ പറ്റുമല്ലോ എന്ന് അവര് നടത്തുന്നോ ഇല്ലയോ നമുക്ക് നോക്കാം. അല്ലാതെ നമുക്ക് നടത്താൻ പറ്റുമോ ഇല്ലെന്നൊക്കെ പറയാൻ കഴിയും. നടക്കൂല സാറേ. പൂച്ച പെറ്റി കിടക്കൊണ്ട് ഇതാണ്. ഞാൻ പാളയം മാർക്കറ്റില്ലേ, കോഴിക്കോട് പാളയം മാർക്കറ്റില്ലേ? ഹലോ, അല്ല, താങ്കൾ പറഞ്ഞോളൂ, എന്താണ് അങ്ങനെ ഒരു തീരുമാനം അവർ നടപ്പാക്കുന്നതിന് തടസ്സം എന്താണ്? 100 കോടി രൂപ കൊടുത്തിട്ട് പാളയം മാർക്കറ്റില്ലേ ചോർന്നൊലിക്കാണ്. 100 കോടി രൂപ മുതൽ പാളയം മാർക്കറ്റ്. അല്ല, അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? വെച്ച് കൊടുക്കും. അതും ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതായിട്ട് എന്താണ് ബന്ധം? അത് കണ്ടുവെക്കുവോ മെമ്പർമാരും ഈ വന്ന ആളെ വന്നാലും ആര് വന്നാലും ഇതൊക്കെ ചോർച്ച തന്നെ ഉണ്ടാവുള്ളൂ. ഒരാൾക്കോട്ടടയ്ക്കാൻ പറ്റൂല. ശരി, ശ്രീ കരുണാകരൻ, നമ്മുടെ വിഷയം അതല്ല. ശ്രീ ഡേവിഡ് വിജയ് ആണ് ജാംനഗറിൽ നിന്നാണ് വിളിക്കുന്നത്. പള്ളുരുത്തിക്കാരനായ ഡേവിഡ് വിജയ് ഇപ്പോൾ ജാംനഗറിലാണ്. താങ്കൾ പറഞ്ഞോളൂ. സതീശനെ കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ നിലപാടും ഇന്ന് അദ്ദേഹത്തിന്റെ വളരെ വിനയാന്വിതമായിട്ട്, ഞാനിക്ക് ശേഷം ലോകാവസാനം എന്നുള്ള രീതിയിൽ സംസാരിച്ച വ്യക്തികളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട്. അതുകൊണ്ട് വളരെ നായനാരിയിരിക്കുന്ന ആ പൊസിഷനിലേക്ക് അദ്ദേഹം എത്തും സർവ്വസമ്മതനായിട്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് കളയാതിരുന്നാൽ മതി. പിന്നെ സാമ്പത്തികമായിട്ട് നേരത്തെ ഒരു ചങ്ങായി പറഞ്ഞ കൂട്ട് രാജ്യം വളരെ നമ്മുടെ സംസ്ഥാനം വളരെ കേന്ദ്രത്തിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. എത്രയായാലും അവരുടെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് അല്ലേ, അല്ലാതെ യുപിയിലെ പോലെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഒന്നും അല്ലല്ലോ. അതനുസരിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. പിന്നെ ഒരാൾ പറഞ്ഞത് വളരെ മോശമായി പോയി, വർഗീയതയില് ഞങ്ങൾക്ക് 2 ആൾ വേണം, മറ്റവന് 2 ആൾ വേണം ഒക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ പശ്ചിമ കൊച്ചിയിലാണ് താമസിക്കുന്നത്. പശ്ചിമ കൊച്ചിക്കാർക്ക് ഒരു മന്ത്രി ഉണ്ടായിട്ട് വർഷങ്ങൾ എത്രയെന്നറിയോ? അവിടുന്ന് ആ മുഹമ്മദ് ഷിയാസിന് ഇപ്പൊ മന്ത്രിസ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ചാടി വീഴും, വലിയ മുസ്ലിങ്ങൾക്ക് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നും പറയരുത്. സ്ഥലത്തിന്റെ നെസസിറ്റി നോക്കിയിട്ടാണ് വർഗീയത. യു ഫർഗെറ്റ് വർഗീയത മറക്കുക. അവിടെ നമുക്ക് ഓരോ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റ് നോക്കിയിട്ടും അതിൻ്റെതായ രീതിയിലും പിന്നെ നല്ല ക്രെഡൻഷ്യൽസ് ഉള്ളത്, വലുതായിട്ട് കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ കൊടുക്കാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ സതീശന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കാരണം ഞാൻ കോൺഗ്രസിനോട് ഒരു അഭിപ്രായമുള്ള ആളല്ല. താങ്കൾക്ക് എന്നെ പറ്റി അറിയാലോ, താങ്കൾ എന്നെ എൻ്റെ അടുത്ത് തർക്കിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, കോൺഗ്രസ് ഇല്ലാതാവണം എന്നൊന്നും ആരും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ശരിയാണ്, ചെറിയ പ്രതിപക്ഷം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടാവില്ല കേന്ദ്ര ലെവലില്. അതുകൊണ്ട് ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അതിന്റെ മേൽപ്പുറത്തിരിക്കുന്ന ചങ്ങായി വിഡ്ഢിത്തരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സതീശൻ അതിനോട് എഗ്രി ചെയ്തോണ്ടൊന്നുമില്ല. അതിനേക്കാളും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ട്രെയിനിന്റെ മുകളിൽ കയറിയിരുന്നോ, ഇത് എന്താണ് മറ്റേ വന്ദേ ഭാരതൊക്കെ ഫ്രീ ആക്കുന്നൊക്കെ പറഞ്ഞ് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിലിപ്പോ ജനങ്ങൾ ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഡേവിഡ് വിജയാണ് പ്രതികരിച്ചത്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഇത് പ്രാർത്ഥനാ യോഗമാണെന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുക. എനിക്ക് തോന്നുന്നു നേരത്തെ സമുദായ നേതാക്കൾ, മത നേതാക്കളൊക്കെ വന്ന് കണ്ടതുണ്ടാകും. അത് പ്രാർത്ഥനാ യോഗമെന്ന് മാത്രമല്ല, മത നേതാക്കളൊക്കെ വന്ന് നിയുക്ത മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ഒരു രീതിയാണ്. അത് അവർ വന്ന് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് സുനിമോൾ പറയുന്നു.
എന്തായാലും വേറെയൊക്കെ ആളുകളൊക്കെ കാർ കത്തിച്ച സ്വാമിയുടെ ചേട്ടനാ എന്നൊക്കെ പറയുന്നത് അത് ഈ ചിലർക്ക് ആളുകളെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഈ സ്വാമി ഉണ്ണിത്താൻ്റെ ആളാണോ, കുറിയില്ല എന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. ഗ്ലാഡിയേറ്റർ ഇങ്ങനെ നിരന്തരം ഈ അദ്ദേഹം ഒരു പ്രത്യേകതരം അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായ ചില വർഗീയ കണ്ണുകളുണ്ട്. അതിന് എതിരായ വന്ന സാധനങ്ങളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. മതേതര അഭിപ്രായം പറയുന്ന ഹിന്ദു സന്യാസിമാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊന്നും അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടില്ല. കേരളത്തിൽ മതേതരത്വം നിലനിൽക്കുമോ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ, അതോ തമ്മിലടി ഉണ്ടാകുമോ എന്ന് സുനിമോൾ സംശയിക്കുന്നു. ലീലാമ്മ പറയുന്നു മാവേലി നാട് ഭരിച്ച പോലെ സതീശനും നമ്മളെ ഭരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. എപ്പോഴും മലയാളിയുടെ ഒരു വലിയ സ്വപ്നമാണ് മാവേലി എന്ന് പറയുന്ന ഒരു സങ്കല്പം. എല്ലാവരും സമത്വ സുന്ദരമായ ഒരു നാട്, അങ്ങനെ കള്ളവും ചതിയും ഒന്നും ഇല്ലാത്തൊരു നാട്, അത് ഒരു സങ്കല്പമാണെങ്കിൽ പോലും ആ അത്തരത്തിലേക്ക് ഭരണാധികാരികൾ വരണം, അതാരായാലും എന്നുള്ളത് മലയാളിയുടെ എല്ലാ കാലത്തെയും ഒരു ആഗ്രഹമാണ്. നമ്മുടെ ഓണത്തിൻ്റെ ഒരു സന്ദേശം തന്നെ അതാണല്ലോ. പോകില്ല എന്ന് പറയാൻ കിരൺ സാറിന് എന്താണ് തെളിവ്? ഇതിലും വലിയവൻ പോകും പിന്നെ എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാർ, ഞാൻ ആരും പോകില്ല എന്നല്ല പറഞ്ഞത്. ഒരാൾ പോകും എന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ ഒരു തെളിവ് വേണം. അവർ ചർച്ച നടത്തി, ഒരു BJP നേതാവ് ചർച്ച നടത്തി. ഇതൊന്നുമില്ലാതെ ആരെക്കുറിച്ച് വേണമെങ്കിലും നാളെ അവരെവിടെ വേണമെങ്കിലും പോകുന്നോ പോകില്ല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ കാര്യമല്ലാതെ വേറെ രണ്ടാമതൊരാളുടെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോകുമെന്നൊരാളെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തെളിവില്ലാതെ വെറുതെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് നാളെ BJP പോകുമെന്ന് പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആരോപണങ്ങളല്ല, അത് ഈ അപവാദങ്ങൾ എന്ന് പറയും. അതിനെ ആരോപണം എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അപവാദം എന്നേ പറയാൻ കഴിയും. 10 വർഷത്തിൽ നഷ്ടമായത് കുടിശ്ശിക തീർത്ത് പലിശ ചേർത്ത് പിടിക്കും എന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കേരളം കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ഇതാരാണ് 10 വർഷം നഷ്ടമായത് കുടിശ്ശിക തീർത്ത് പലിശ ചേർത്ത് തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. AK കൃഷ്ണൻകുട്ടി എന്തായാലും ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമത്തിൽ കൂടി പറഞ്ഞതായിരിക്കും. പാർട്ടി വരുന്നവരുടെ എല്ലാം ക്രെഡിബിലിറ്റി പോയിട്ടുണ്ടോ? നാളെ പിണറായി BJP ആകില്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ സുനിൽകുമാർ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഒരാൾ ഒരു പാർട്ടിയിലേക്ക് പോകണോ വേണ്ട എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ ക്രെഡിബിലിറ്റി, ചിലർ പാർട്ടി മാറുമ്പോൾ ക്രെഡിബിലിറ്റി പോകും, ചിലർ മാറുമ്പോൾ ക്രെഡിബിലിറ്റി കൂടും. അതൊക്കെ ഓരോരുത്തരുടെ നിലപാടുകളുടെ കൂടി അടിസ്ഥാനത്തിലിരിക്കും. രമേശിന് ഒരു കാലത്തും ആഭ്യന്തരം കൊടുക്കാൻ പാടില്ല, സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടി ആഭ്യന്തരം കൈയാളുമെന്ന് ജയകുമാർ പറയുന്നു. അഭിനന്ദനമൊക്കെ പറയുന്നുണ്ട്. ആദ്യം കലഹമില്ലാതെ ഭരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു എന്നും ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേയേറെ അഭിപ്രായ പ്രകടനങ്ങൾ ഇതിലുണ്ട്. BJP എന്തിനാണ് ഇങ്ങനെ വർഗീയത പറയുന്നത്? മലയാളികൾക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ എന്ന് അജ്വ മറിയം ചോദിക്കുന്നു. അതുപോലെ കുറേയേറെ നിയമസഭാ മന്ദിരം പാണക്കാട്ടേക്ക് ഉടൻ മാറ്റുമെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതെന്തിനാണ് നിയമസഭാ മന്ദിരം പാണക്കാടേക്ക് മാറ്റുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്തായാലും കുറേയേറെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാവും എന്നതിൽ തീരുമാനമായി. VD സതീശന് ഏത് തരത്തിലുള്ള ടീമാവും ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്, എങ്ങനെയുള്ള ടീം ആവണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സന്തോഷ വാർത്ത കൂടി മനു ഭരത് തന്നെ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, മൈ സൺ ഹാസ് ബാഗ്ഡ് ഫുൾ A+ ഇൻ SLC എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എന്തായാലും മനുവിൻ്റെ മകന് യൂട്യൂബിലെ ഒരുപാട് പ്രേക്ഷകർ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. മോനെ അഭിനന്ദനങ്ങൾ അറിയിക്കാമെന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരാളുടെ കുട്ടിക്ക് A+ കിട്ടിയപ്പോൾ, സുൽകുമാറിൻ്റെ മോൾക്ക് A+ കിട്ടിയപ്പോൾ മനു പൊതുവേദി വഴി അഭിനന്ദിച്ചതും നന്ദിയോടെ ഓർക്കുന്നു എന്നുകൂടി സുൽകുമാർ പറയുന്നു. എന്തായാലും അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണ്. എന്തായാലും മനു ഇതൊക്കെ ഇതിൽ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കാമല്ല. മനു കാണുന്നുണ്ട്, മനു അതിനൊക്കെ മറുപടിയും കൂടി നൽകുന്നുണ്ട്. എന്തായാലും ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിൽ പുതിയൊരു മുഖ്യമന്ത്രിയായി VD സതീശൻ എത്തുന്നു. സ്വാഭാവികമായും VD സതീശൻ ഇതുവരെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെ ഒരാൾ വരുമ്പോൾ ഒരു ടീം VD സതീശൻ, അത് ഒരു മന്ത്രിസഭ രൂപീകരണത്തിലും അത് സാധ്യമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമസ്കാരം. നോക്കൂ, ഈ UDF അവർ പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ LDF വിചാരിച്ചതിലും എത്രയോ അധികം ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. 102 സീറ്റ് കിട്ടി. ആ 102 സീറ്റ് കിട്ടിയതിന്റെ ആ സന്തോഷത്തിന്റെ ആ നിമിഷങ്ങളൊക്കെ അവര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കൊണ്ട് അതിന്റെ ഒരു മഹിമയും അല്ലെങ്കിൽ തിളക്കവും കെടുത്തി കളഞ്ഞിട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയെ വെച്ചിട്ടാണ് ബാർഗൈനിങ് നടക്കുന്നത്. രമേശ് ചെന്നിത്തല വരുമോ, മന്ത്രിയാകുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം അവർക്കില്ലല്ലോ. ഒരു മണിക്കൂർ കൊണ്ട് ചേർന്ന് തീരുമാനിച്ച് വളരെ സന്തോഷത്തോടെ ഒരു പുതിയ മന്ത്രിസഭ അധികാരത്തിൽ കയറുന്നതിന് പകരം
ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അവർ വരുത്തി തീർക്കാവുന്ന അത്രയും പെരുദോഷം വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് അങ്ങനെ ഒരു കാര്യത്തില് ഇനിയും വരാൻ പോകുന്ന മന്ത്രിസഭ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിനു മുമ്പുള്ള UDF മന്ത്രിസഭകളെ പറ്റി എല്ലാം നമുക്കറിയാം. ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ആ ആളിനെ എങ്ങനെ വലിച്ചു താഴെ ഇടാമെന്നാണ് മറ്റുള്ളവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കാരമുള്ള സംവിധാനമാണ് ഈ UDF. ഇക്കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. കൃഷ്ണൻകുട്ടി, അതിനകത്തൊരു ചെറിയ കാര്യം, അതുകൊണ്ട് രക്ഷപ്പെട്ടത് നിങ്ങളല്ലേ? കേരളത്തിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയിക്കുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം. അത് എല്ലാ പാർട്ടികളും പറയും, ഞങ്ങൾ വലിയ ഭൂരിപക്ഷം 100-110 സീറ്റ് എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. അതൊക്കെ എല്ലാവരും പറയും, അത് പോട്ടെ, അത് ഒരു വിജയത്തിൻ്റെ ആവേശം ഉണ്ടാക്കാനോ ആത്മവിശ്വാസം ഉണ്ടാക്കാനൊക്കെ. ഇത് വോട്ടുണ്ടതിൻ്റെ തലേന്ന് വരെ 75 സീറ്റ് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടി തലപ്പത്തുള്ള ആളുകൾ, ഇത് അങ്ങനെയുള്ളവർ ഈ പാർട്ടിയെ നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് അതീവ ഗുരുതരമായ ഒരു വീഴ്ചയല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തങ്ങളുടെ പാർട്ടിയുടെ 5-10 സീറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ട്, ഇത് 5-10 സീറ്റ് അല്ലല്ലോ. ദയനീയമായ പരാജയം തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. അത്തരം വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് ആ ചർച്ചയൊക്കെ ഒഴിവാക്കി തന്നത് ഈ കോൺഗ്രസ്സുകാരല്ലേ? അല്ലെങ്കിൽ എല്ലാവരും കൂടി എടുത്ത് ഈ മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും ഒക്കെ ഉടുക്കില്ലായിരുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ലല്ലോ, ആ വിഷയം വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, കോൺഗ്രസ്സുകാർ അടിയുണ്ടാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ പൊതു ചർച്ചയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ദയനീയമായി തോറ്റതെന്നായനെ അത്തരം ചർച്ചകളൊക്കെ. ഇത് ഒരു തരത്തിലേക്ക് കോൺഗ്രസ് CPM മാറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രമാണോ? ദയനീയമായി തോറ്റതിന് ഒത്തിരി ഘടകങ്ങളുണ്ട്, കുറെ അധികം ഘടകങ്ങളുണ്ട്. അത് മാത്രം ചർച്ച ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. പക്ഷെ ഇന്നത്തെ വിഷയം അതല്ല. എനിക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞു തീർത്തിട്ട് വേണമെങ്കിൽ അത് പറയാം. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ ചോദിച്ചതല്ലേ ഇടയ്ക്ക്. അതെ, അത് നമുക്ക് വേറെ ദിവസം പറയാം. ഞാൻ അതിന് എനിക്ക് ഉത്തരവുണ്ട്. ഞാൻ ഇപ്പൊ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല് ഈ തുടക്കം അത്ര ശരിയായിട്ടില്ലെന്നാണ് പറയുന്നത്. തുടക്കം ശരിയായെങ്കിലേ മുന്നോട്ടുള്ള പോക്ക് ശരിയാവുള്ളൂ. അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ ഒരു കമന്റിന് താങ്കൾ പറഞ്ഞ ഒരു മറുപടി, അതായത് 10 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ ആരാന്ന് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞ ആള് ഈ മതമാണ് പ്രശ്നം എന്നൊരാൾ പറഞ്ഞത് അറിയാമോ? അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് കുറെ അധികം നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന്. പേര് KM ഷാജി എന്നാണ്, മുസ്ലിം ലീഗാണ് ആള്. അത് സാമ്പത്തിക നഷ്ടമാണെന്നുള്ളത് മാത്രമല്ല, അവര് ഭരിച്ചുകൊണ്ടിരുന്ന ആ വിഷയങ്ങളില് അതിന്റെയൊക്കെ അവർക്കൊക്കെ ഒത്തിരി നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ അവരല്ലേ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസങ്ങള് അന്നത്തെ വിദ്യാഭ്യാസമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, പരീക്ഷ അല്ല ഓണം നേരത്തെ വന്നുകൊണ്ടാണ് പുസ്തകം അടിക്കാൻ പറ്റാഞ്ഞെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ പോകാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ സാക്ഷാൽ AK ആന്റണി പറയാം, ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എല്ലാവരും മുണ്ട് മുറുക്കി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. മുണ്ട് മുറുക്കി എടുക്കുക മാത്രമല്ല, അങ്ങനെ മുറുക്കി എടുത്തിട്ട് അതിന് മേളിൽ ഒരു കയർ കൂടെ കെട്ടേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് കാര്യമായിട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളില് മുണ്ട് മുറുക്കി എടുത്തോളാൻ എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടിട്ടും പിണറായി വിജയൻ സർക്കാരും പറഞ്ഞില്ല മുണ്ട് മുറുക്കി കൊടുക്കാൻ. അതൊക്കെ നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് പോയാൽ എന്തായാലും ജനത്തിന് എന്തായാലും ആ സർക്കാരിന്റെ ഭരണം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണല്ലോ ജനം ഈ മട്ടിൽ പരാജയപ്പെടുത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനെ വിമർശിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേ വിഷയങ്ങൾ വരുമ്പോ ഇനി വരുന്ന മന്ത്രിമാരും ഈ മന്ത്രിസഭയും VD സതീശനും ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇവർ മോശമാണെങ്കിൽ ഇവരെയും 5 കൊല്ലം കഴിയുമ്പോൾ ആള് പുറത്താക്കും. കൊള്ളാമെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഇരുത്തും. അതൊക്കെ ഓരോരുത്തരും എങ്ങനെ ഭരിക്കുന്നതിന് ഇപ്പോഴേ നമുക്ക് അവർ മോശമാണോ ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ലോ. ഇപ്പൊ പെട്രോളിന് 3 രൂപ കൂട്ടിയില്ലേ? ഇതിനു മുമ്പ് ഇതുപോലെ വില കൂടിയപ്പോ അവര് പറഞ്ഞത് കേരള സർക്കാർ കുറയ്ക്കണമെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ വേറെ ഒരു കാര്യം കൂടി ശ്രീ കൃഷ്ണൻകുട്ടി, അതിന്റെ കൂടുതലൊന്ന് ഞാൻ ഒരു അഭിപ്രായം പറയില്ല, ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് പ്രതികരിച്ചത് അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് ഒരു ഭരണാധികാരി പ്രതികരിക്കുന്നതും ഈ വില കൂട്ടുന്നതിന് കേരളത്തിൽ കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന്, കുറയ്ക്കാൻ പറ്റാത്തതിന്റെ സാമ്പത്തിക കാരണങ്ങളുണ്ട്, ആ ന്യായം പറയുന്നതും ജനങ്ങൾ എടുക്കുന്നത് 2 തരത്തിലാണ്. അതാണ് ഒരു ചെറിയ വ്യത്യാസം. ഞാനും ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ തന്നെയാ. ഇതേപോലെ സംഭവത്തില് പണ്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോ മൻമോഹൻ സിംഗിനെ നമ്മുടെ മോദി വിമർശിച്ച് അറിയാമല്ലോ. അന്ന് രൂപയുടെ മൂല്യം 55 ആയിരുന്നു, ഇപ്പൊ അത് 95 കഴിഞ്ഞു. ഇപ്പൊ അതേ വിഷയത്തിൽ മോഡി എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടത്. ശരി, എന്തായാലും നമുക്ക് അത്രയും ഭരണമൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. അനിയൻകുട്ടൻ വലിയ സന്തോഷത്തിലാന്ന് തോന്നുന്നു. അനിയൻകുട്ടന്റെ പാർട്ടി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു. അനിയൻകുട്ടന്റെ ഒരു പ്രതീക്ഷയിൽ ഈ UDF എങ്ങനെയുള്ള ഒരു ടീം ആയിരിക്കും ഇനി കോൺഗ്രസിൽ നിന്നൊക്കെ മന്ത്രിമാരാവാൻ, ഏതരത്തിലുള്ള ആളുകളായിരിക്കും എത്തുക? നമസ്കാരം. നമസ്കാരം, കിരണാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനെ എല്ലാം ഇന്ന് ഏതായാലും വിളിച്ചൊന്നും കിട്ടി. കിട്ടി. കുഴപ്പമൊന്നുമില്ല, നല്ല ടീം വർക്കായിട്ട് തന്നെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോകും. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റും. അതായത് 5 വാഗ്ദാനങ്ങൾ
ഇന്ദിരാ ഗ്യാരണ്ടി. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ആ നടപ്പാക്കി പോകണമെങ്കിൽ തന്നെ നമ്മുടെ ഖജനാവ് കാലിയാകാതെ നോക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ വിളിച്ചുണ്ട്. അവരുടെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവണം. നമുക്ക് മുൻകാലങ്ങളിലൊന്നും അതോട്ടൊന്നും പോകണ്ട. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് കാര്യം ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ഈ നിയുക്ത മുഖ്യമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ കാബിനറ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിന്റെ അടുത്ത് ചെന്ന് കാണുകയും അദ്ദേഹവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്ത് അത് നല്ല കാര്യമാണ്. അത് ഭരണപരമായിട്ടുള്ള കാര്യം, ആകാശപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യം ചെയ്തതിൽ എനിക്ക് ഏറ്റവും കാരണമാണ് എന്ന് പറയാൻ. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കുളി കൂറുന്ന കാര്യമാണ്. അങ്ങനെ വേണം ഒരു ഭരണാധികാരികൾ ചെയ്യാൻ. അതാണ് വി ഡി സതീശനും ചെയ്യേണ്ട കാര്യം. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. നല്ല കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പാക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളെ അറിഞ്ഞ് അദ്ദേഹം ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇന്നും നല്ല ആയുസ്സും ആരോഗ്യം പകരട്ടെ. UDF സർക്കാരിന് വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു മന്ത്രിസഭ ഈ വി ഡി സതീശനൊപ്പം എത്തണം എന്നാണ്? നമസ്കാരം. നമസ്കാരം. ഈ കൃഷ്ണൻകുട്ടിക്കും മഹിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ പാർട്ടിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. അവർ തോറ്റു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. അത് പഴയൊരു വിറ്റാണ്. അത് ഇപ്പോഴവിടെ നടക്കുന്നുണ്ട്. 8 നില കയറി അവരെ പൊട്ടിച്ചാൽ അവരെ തോറ്റു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി യഥാർത്ഥ ഹൈക്കമാൻഡ് ജനങ്ങളാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടതിൽ ആദ്യം ഞാനൊരു താങ്ക്സ് പറയണം ഈ കോൺഗ്രസ് കമ്മിറ്റിയോട്. യഥാർത്ഥ ഹൈക്കമാൻഡ് ജനങ്ങളാണല്ലോ. അപ്പോ എടുത്ത തീരുമാനങ്ങളൊക്കെ നല്ലതായെന്ന് ഞാൻ പറയും. പിന്നെ ഈ VDSന്റെ ഡി ഒഴിവാക്കി കഴിഞ്ഞാൽ VS ആയി. നമുക്ക് ഇവിടെ ഒരു മഹാനായ VS ഉണ്ടായിരുന്നു. രണ്ടും ആശയപരമായി ലളിത ജീവിതം, ലാളിത്യം, വിനയം ഒക്കെ ഉള്ള 2 ആളുകളാണ്. അപ്പൊ അവരുടെ ഭരണത്തിലും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു പരിധിവരെ ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആർഭാടം ഒഴിവാക്കുന്നു. അത് തന്നെ പകുതി ഇഷ്ടപ്പെടും. ആർഭാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ആർഭാടം ഒഴിവാക്കിയത് തന്നെ. ഒരു പോലീസ് സ്റ്റേഷനിൽ 20 ലിറ്റർ ഡീസൽ കോട്ട നിശ്ചയിച്ചപ്പോഴാണ് ഈ 1.5 ഡസൻ 2 ഡസൻ വണ്ടി എസ്കോർട്ട് പോയിരുന്നത്. ആർഭാടം ഒഴിവാക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രധാന ഘടകമാണ്. അങ്ങേര് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്ന കാരണം വരുന്ന ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഒരു മുന്നണി സംവിധാനം എനിക്ക് കണ്ടു. PM3 കണ്ടില്ല. മുന്നണിയോട് പോലും അറിയാണ്ട് അവിടെ പോയി ചർച്ച ചെയ്തെടുത്ത് മുന്നണി ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ കൂട്ടുത്തരവാദിത്തോട് കൊണ്ടുപോകുന്ന ഒരാളാണ്. പിന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഞാൻ കോൺഗ്രസ്സുകാരൊന്നല്ല കേട്ടോ. അപ്പോ പിന്നെ ഇവര് ഈ പറയുന്ന പോലെ ഇവരുടെ കഴിവുകേട് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. എനിക്ക് കേൾക്കാൻ പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ആഗ്രഹം എന്തോന്ന് അറിയോ? നമ്മുടെ G. സുധാകരനെ സ്പീക്കർ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരനെ കുറെ സഖാക്കന്മാര് തെറി പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലും അങ്ങേരന്ന് സാറെന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്കളുടെ ഒരു ആഗ്രഹം കൊള്ളാം. എന്തായാലും ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തുന്നു. അപ്പോൾ വി ഡി സതീശന്റെ ടീം അത് എങ്ങനെയുള്ളൊരു ടീം ആവണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിന്റെ വരാൻ പോണ മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങൾക്കും ഐ വിഷ് യു വണ്ടർഫുൾ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. പിന്നെ ഈ ടീം എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പിടിവലികൾ കാണും. പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പം തന്നെ നമ്മൾ കാണുന്നില്ലേ, തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. മുക്കിലും മൂലയ്ക്കും മുറുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മുടെ ഇദ്ദേഹം, നമ്മുടെ നായരുണ്ടല്ലോ, എന്തുവാ, NSSന്റെ അദ്ദേഹം തലേദിവസം തന്നെ തുടങ്ങിയതെല്ലാം ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് 2 കാര്യം പറയാനുള്ളത് മിസ്റ്റർ കിരൺ. ഒന്ന്, നമ്മുടെ മണിമല ചേട്ടനോട്, എന്റെ പൊന്നു മണിമല ചേട്ടാ, നിങ്ങൾ തോറ്റ് തുന്നമ്പാടി. അപ്പൊ ഇനിയെങ്കിലും ദയവേത് ന്യായീകരിക്കാൻ ഇറങ്ങാതെ ഒന്ന് സമാധാനമായിട്ട് അവരൊന്ന് വീക്ഷിക്കൂ. നിങ്ങൾ ഇത്രയും തോറ്റിട്ട് നിങ്ങൾ ആ തോൽവി അംഗീകരിക്കണില്ലല്ലോ. അപ്പൊ ദയവ് ഇതൊന്ന് സമാധാനമായിട്ട്, ഇത്രയൊക്കെ പ്രായമായതാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് അംഗീകരിച്ച എന്തുകൊണ്ട് സംഭവിച്ചു? കമ്മ്യൂണിസം നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസത്തിലെ ഏകാധിപതികൾ അവസാനിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊന്ന് വിലയിരുത്തിയിട്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി ന്യായീകരിക്കാൻ വരൂ. പിന്നെ നമ്മുടെ ഒരു കമാൻഡർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം റിയലി കമാൻഡർ ആണെന്ന് അറിയത്തില്ല. ഒരു കമാൻഡറായ വ്യക്തിക്ക് ഒരിക്കലും വർഗീയമായി ചിന്തിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിക്ക് 2 വേണമെന്ന് ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു? ശ്രീ, അത് അങ്ങനെയല്ല പ്രദീപ്. അത് പുള്ളി പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നു
പുള്ളി മറ്റു ഒരു കാര്യം പറഞ്ഞതിനകത്ത് ഞാൻ വിയോജിപ്പ് പറഞ്ഞു. പുള്ളി അത് പറഞ്ഞത് സാധാരണ ഏത് മന്ത്രിസഭയൊക്കെ വരുമ്പോൾ പുള്ളി അതിനകത്ത് ക്രിസ്ത്യൻ രണ്ടുപേരുടെ എന്തായാലും ക്രിസ്ത്യാനികളുടെ പ്രാതിനിധ്യം, അല്ലെങ്കിൽ ഹിന്ദു പ്രാതിനിധ്യം, അല്ലെങ്കിൽ ഹിന്ദു നായർ പ്രാതിനിധ്യം, ഈഴവ പ്രാതിനിധ്യം, അങ്ങനെ വിവിധ ജാതികളുടെ പ്രാതിനിധ്യം ഒക്കെ അങ്ങനെയൊക്കെ സാമുദായിക സമവാക്യങ്ങൾ നോക്കാറുണ്ട്. അത് എല്ലാ പ്രാതിനിധ്യം കൂടെ ചേരുന്നതാണല്ലോ ഈ മന്ത്രിസഭ എന്ന് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല. അതുകൊണ്ട് പറഞ്ഞതായിരിക്കും, അല്ലാതെ പുള്ളി ഒരു തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞാന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്നില്ല. കമാൻഡർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കമാൻഡർ ആണോ ഇല്ലയോ എന്നൊക്കെ അത് ഒരാളിപ്പോ കമാൻഡർ എന്ന് പറഞ്ഞ കള്ളം പറയേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ലല്ലോ. ആയിക്കോട്ടെ, അല്ല ഒരു കമാൻഡർ ആയ ഒരാള് എല്ലാവർക്കും വേണ്ടി അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത വല്ലതും ഉണ്ടോ? ഒരാൾ കമാൻഡർ ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അങ്ങനെ ഏതെങ്കിലും വല്ല പ്രത്യേകത ഉണ്ടോ? അത് അയാളുടെ ഒരു ജോലിയുടെ ഭാഗം, അല്ലാതെ ജന്മനാ കമാൻഡർ എന്ന് പറഞ്ഞല്ലോ. താങ്കൾ അഭിപ്രായം അതൊരു സേവനം ചെയ്യുന്ന ആളെ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണും. എനിവേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല പ്രദീപ്. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നത് കൊണ്ട് എല്ലാവരും ഈക്വലായി കാണുന്നതിന് കമാൻഡർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വല്ല എന്തെങ്കിലും ഇതുണ്ടോ? അയാളൊരു ജോലി കിട്ടിയത് ആ ജോലിയാണ്. അദ്ദേഹം ആ ജോലി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ സ്വീകരിച്ചു, ആ ജോലി എടുത്തു, അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി കിട്ടി എന്നതിനപ്പുറത്തേക്ക് കമാൻഡർ അത് ചെയ്യരുത് അങ്ങനെയൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, എന്തായാലും എനിക്ക് മിസ്റ്റർ വി ഡി സതീശൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ആരുടെയും തിണ്ണ നിരങ്ങത്തില്ലെന്ന്. അതുകൊണ്ട് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു മത നേതാക്കന്മാരുടെയും, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഇനിയിപ്പോ പള്ളിയിലെ കുറച്ച് അച്ഛന്മാർ വരും, അതേപോലെ കുറെ ഹാജിമാർ വരും, ഇവരെ ആരുടെയും തിണ്ണ നിരങ്ങാതെ നിങ്ങളെ പൊതുജനം മൊത്തത്തിൽ ഹിന്ദുക്കളാണെന്ന് തോന്നുന്ന ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എല്ലാവരും ഉണ്ട്. ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം ചേർന്ന് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ട് കഴിഞ്ഞ സർക്കാർ എന്തൊക്കെ ദോഷം ചെയ്തോ അതിനെല്ലാം മാറ്റി ഒരു പുതിയ യുഗം, ജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ യുഗം, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു നല്ല പ്രവർത്തനം. തുടക്കത്തിലെ സംസാരം വളരെ നല്ലതാണ്, ഐ എം റിയലി അപ്രീഷിയേറ്റ് യു. പക്ഷെ ഫസ്റ്റ് ഒന്നും കൂടെ പറയുന്നുള്ളത് ഈ അഴിമതി കാര്യം കൂടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം ആരെയും പന്ത നേതാക്കളെ കാണില്ല എന്നല്ല. മത നേതാക്കളോടൊന്നും വിരോധമുള്ള ആളല്ല വി ഡി സതീശൻ. പക്ഷേ ഈ മത നേതാക്കളൊക്കെ അധികാരത്തിൽ ഇടപെടാൻ നിൽക്കുമ്പോൾ അവരെക്കെതിരെ ശക്തമായി ശബ്ദിച്ച ഒരാൾ തന്നെയാണ് സതീശൻ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി ആയാലും അവിടെ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടാൻ അനാവശ്യമായി ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ തലക്ക് കിട്ടിയ ഒരു അടികൂടി തന്നെയാണ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുകൂടി പറയേണ്ടി വരും. ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾ എങ്ങനെയാണ് ഈ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ മന്ത്രിസഭ ഏത് തരത്തിലെ മന്ത്രിസഭ ആവണം എന്നാണ് താങ്കൾക്ക് ആഗ്രഹം? ചുരുക്കത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ഈ കപ്പൽ ഏറ്റെടുത്ത കപ്പിത്താന് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ പ്രതിപക്ഷത്തുള്ളവരും അതിനെ എതിർക്കുന്നവർ എന്തിനാണ് ഈ നിരുത്സാഹപ്പെടുത്തുന്നത്? വി ഡി നല്ല ആക്റ്റീവായിട്ട് നല്ല പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകുമ്പോൾ അകത്തുള്ളവരും പുറത്തുള്ളവരും വി ഡിയെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യം എന്താ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് മൈസൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് വേഗത്തിൽ അഭിപ്രായം പറയാം. ഏത് തരത്തിലെ മന്ത്രിസഭയായിരിക്കണം രൂപീകരിക്കേണ്ടത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഒരു മിശ്രിതമായിരിക്കണം, ഒരു ചെറുപ്പവും കുറച്ച് എക്സ്പീരിയൻസും കൂടെ ചേർന്നുള്ള ഒരു മന്ത്രിസഭയായിരിക്കും യുക്തം എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ വി ഡി സതീശനെ സെലക്ട് ചെയ്യാൻ, മന്ത്രിമാരെ സെലക്ട് ചെയ്യാനുള്ള അവകാശം പുള്ളിക്ക് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി വരും. അതോടൊപ്പം എനിക്ക് ഒരു സെന്റൻസ് പറയാനുള്ളത്, പുള്ളിയുടെ തുടക്കം വളരെ നന്നായിരിക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കാതെ, പൈലറ്റ് വാഹനങ്ങളില്ലാതെ, സിഗ്നലുകൾ നിർത്താതെ ഒക്കെ പ്രവർത്തിക്കുന്നു പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം ഈ മന്ത്രിമാർക്ക് മുഴുവൻ പുള്ളി ഒരു പ്രോഗ്രാം ഏറ്റെടുത്താൽ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഒരു പാലമാകട്ടെ, ഒരു അക്കൗണ്ടബിലിറ്റി, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളൊരു വീട് പണിയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാലുകാച്ചൽ നടത്തും. അതുപോലെ തന്നെ നിങ്ങളെ ശമ്പളം നിർത്തിയിരിക്കുന്ന യജമാനന്മാരാണ് നമ്മുടെ ജനം. അവര് നമുക്കതിന് ജോലിയാണിത്. നമ്മൾ കൃത്യമായി ശമ്പളം വാങ്ങിക്കുന്നു, നമുക്ക് വാഹനം തന്നിരിക്കുന്നു, എയർ കണ്ടീഷൻ വീട് തന്നിരിക്കുന്നു, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നിരിക്കുകയാണ്. അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് ഈ പ്രോജക്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ഒരു വർഷത്തിലൊരിക്കൽ ഇത് മുഴുവൻ അവലോകനം ചെയ്ത് പെർഫോം ചെയ്യാത്ത മന്ത്രിമാരെ മാറ്റുകയും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ജോസഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് ശമ്പളം തന്ന്, കാറ് തന്ന്, AC വീടൊക്കെ തന്ന് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. ആ ജനങ്ങളോട് അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് കൃത്യമായി പരിശോധന ഉണ്ടാവണമെന്നുള്ള വളരെ വാലിഡായ ഒരു പോയിന്റ് കൂടിയാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. കേരളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ്
കാണുന്നത് എന്ന് തന്നെയാണ് പൊതുവേദി പ്രേക്ഷകരുടെ അഭിപ്രായം. കോൺഗ്രസിൻ്റെ പഴയകാല രീതികളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രേക്ഷകരുണ്ട്. അങ്ങനെയല്ല, വി ഡി സതീശൻ പുതിയൊരു നേതാവാണ്, അദ്ദേഹത്തിന് ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആത്മവിശ്വാസത്തോടെ എന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചവരുമൊക്കെ ഉണ്ട്. ഇതെല്ലാവരും ചേരുന്നതാണ് പൊതുസമൂഹം. ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്, എങ്ങനെ ആരൊക്കെയാവണം മന്ത്രിമാർ എന്നത് മുതൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നടക്കം എല്ലാം പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊതുജനം ഭാവിയിൽ ഈ മന്ത്രിസഭയെ വിലയിരുത്തുന്നതും വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനം പ്രതികരിക്കുന്നതും എല്ലാം. അതിൻ്റെയൊക്കെയാണ് ജനത്തിൻ്റെതാണ് ആത്യന്തികമായ തീരുമാനം. ജനം തന്നെയാണ് യജമാനന്മാർ എന്ന് ഒരിക്കൽ കൂടി പൊതുവേദി പ്രേക്ഷകർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു.